If the application of renewal is made more than dash after the driving license has ceased to be effective, the applicant has to pass the test of competence to get the driving license renewed. Option A 1 month, option B 1 year, option C 3 years, option D 5 years. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്മൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ നേരത്തെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞില്ലേ, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 14 15 ഇതിൽ 15ന്റെ ഭാഗത്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 15ന്റെ ഭാഗത്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 15ന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? 15ാമത്തെ പറഞ്ഞാൽ നമ്മൾ റിന്യൂവൽ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 15ൽ പറയുന്നത്. 15ൽ എന്താണ് പറയുന്നത്? ഇതിൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരാള് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മളത് റിന്യൂവലിന് കൊടുക്കുന്നത്. എത്ര ദിവസമാണ് ഇവിടെ നമ്മൾ എഴുതണം. അങ്ങനെയാണെങ്കിൽ അപ്ലിക്കന്റ് ഹാസ് ടു പാസ് ദി ടെസ്റ്റ് ഓഫ് കോമ്പിറ്റൻസ് ഡ്രൈവിംഗ്. അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് വീണ്ടും പാസ്സായാൽ മാത്രമേ അവരുടെ ലൈസൻസ് റിന്യൂ ചെയ്ത് നിൽക്കുകയുള്ളൂ എന്നാണ്. 1 മന്ത് ആണോ, 1 ഇയർ ആണോ, 3 years ആണോ, 5 years ആണോ? ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 year ആണ് അല്ലെ. അതായത് ഒരാള് ലൈസൻസ് എക്സ്പയർ ആയി 365 ഡേയ്സ് അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷമാണ് അതിന് റിന്യൂവലിന് കൊടുക്കുന്നത് എങ്കിൽ അയാൾ വീണ്ടും ആ ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് റീടെസ്റ്റ് എടുക്കണം. ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ത് ചെയ്യണം? പാസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ലൈസൻസ് എന്ത് ചെയ്യുള്ളൂ? റിന്യൂ ചെയ്ത് നിൽക്കുകയുള്ളൂ. നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള പരിധിയും കൂടിയാണ്. അതായത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആവുന്ന ഡേറ്റിന്റെ 365 ഡേയ്സ് മുന്നേ മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാം. അതായത് ഒരു വർഷം മുന്നേ മുതൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാം. ഒരു വർഷം കഴിഞ്ഞിട്ട് ആണ് അയാൾ പുതുക്കാൻ റിന്യൂ കൊടുക്കുന്നത് എങ്കിൽ, അതായത് ആഫ്റ്റർ 365 ഡേയ്സ് ആണ് എന്നുണ്ടെങ്കിൽ, ആഫ്റ്റർ 365 ഡേയ്സ് ആണ് എന്നുണ്ടെങ്കിൽ 365 ദിവസം ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? റീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ലൈസൻസ് റിന്യൂ ചെയ്ത് നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി 1 year ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്.